നമസ്കാരം. പുതിയൊരു ചരിത്രം കുറിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രതിരോധ മേഖല വീണ്ടും ഒരു കുതിച്ചുചാട്ടത്തിന് ഒരുങ്ങുകയാണ്. അതായത് പുതിയ ഒരു ചരിത്രം കുറിച്ചുകൊണ്ട് തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമാകാൻ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. സ്വയം പര്യാപ്തമായ ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് ഒരു സുപ്രധാന ചുവടുവയ്പ് കൂടിയാണ് ഇത് കണക്കാക്കുന്നത്. 2 തേജസ് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി. ഇതിന്റെ ഭാഗമായി ഈ യുദ്ധവിമാനങ്ങളുടെ കഴിവുകൾ പരീക്ഷിക്കുന്നതിനുള്ള നടപടികൾ കഴിഞ്ഞ ദിവസം പൂർത്തിയാക്കി. കിഴക്കൻ മേഖലയിൽ വെച്ച് അഡ്വാൻസ്ഡ് ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈൽ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങളാണ് തേജസ് യുദ്ധവിമാനങ്ങളിൽ നടത്തിയത്. ഇത് ഇന്ത്യയുടെ ആയുധശേഷി വർദ്ധിപ്പിക്കുന്നതിൽ നിർണായകമാണ്. അടുത്ത ഘട്ടത്തിൽ ആസ്ട്ര മിസൈൽ ഉപയോഗിച്ചുള്ള പരീക്ഷണം നടത്തും. ഇതിനായി സുരക്ഷാ അവലോകന ബോർഡിന്റെ അംഗീകാരം മാത്രമാണ് ഇനി ലഭിക്കേണ്ടത്. ഈ ആയുധ പരീക്ഷണങ്ങൾ മുഴുവൻ വിമാന സംവിധാനത്തിന്റെ പ്രകടനത്തെ വിലയിരുത്തുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണെന്ന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ചെയർമാൻ DK സുനിൽ പറയുന്നുണ്ട്. മിസൈലുകൾ വിക്ഷേപിച്ച് ലക്ഷ്യത്തിലെത്തുമ്പോൾ വിമാനത്തിന്റെ ചിറകിൽ സ്ഥാപിച്ചിട്ടുള്ള ആയുധങ്ങൾ, അതിന്റെ വിന്യാസം, സിഗ്നലിംഗ്, എയർ ഡൈനാമിക് ഇഫക്റ്റുകൾ എന്നിവയെല്ലാം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്നു. നേരത്തെ മാർച്ചിൽ നടന്ന അസ്ത്ര മിസൈൽ പരീക്ഷണം പരാജയപ്പെട്ടിരുന്നു. എന്നാൽ HALഉം പ്രതിരോധ ഗവേഷണ വികസന ലബോറട്ടറിയും സോഫ്റ്റ്വെയർ നവീകരിച്ചതോടെ ഈ പരീക്ഷണം വിജയകരമാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം. കഴിഞ്ഞ ഓഗസ്റ്റിൽ 66,000 കോടി രൂപയുടെ 97 തേജസ് MK-1A വിമാനങ്ങൾ കൂടി വാങ്ങാൻ പ്രതിരോധ മന്ത്രാലയം HALന് അനുമതി നൽകിയിരുന്നു. ആയുധ പരീക്ഷണങ്ങൾ പൂർത്തിയായാൽ ഒക്ടോബർ മുതൽ ആദ്യ വിമാനം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറാൻ കഴിയുമെന്ന് HAL അറിയിച്ചിരുന്നു. ഈ തദ്ദേശീയ യുദ്ധവിമാനങ്ങളുടെ ലഭ്യത റാഫേൽ F-35 സുഹോയ് ജെറ്റുകൾ എന്നിവയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കുമെന്നും സൈനിക വിദഗ്ധർ പറയുന്നു. പദ്ധതിയുടെ തുടക്കത്തിൽ തന്നെ 83 വിമാനങ്ങളുടെ എഞ്ചിനുകളുമായി ബന്ധപ്പെട്ട ചില വിതരണ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും അമേരിക്കൻ കമ്പനിയായ GA എയ്റോസ്പേസ് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചു. 3 എഞ്ചിനുകൾ ഇതിനകം ലഭിക്കുകയും ഡിസംബറോടെ 7 എഞ്ചിനുകൾ കൂടി എത്തുകയും ചെയ്യും. നിലവിൽ 10 വിമാനങ്ങൾ തയ്യാറാണ്. 24 വിമാനങ്ങളുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ വ്യോമസേന നേരത്തെ ഈ പദ്ധതിയുടെ വേഗതയെക്കുറിച്ചും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ആദ്യ വിമാനം 2024 മാർച്ചിൽ നൽകാനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഒക്ടോബറിലെ വിതരണത്തോട് നിർമ്മാണ പ്രക്രിയ വേഗത്തിലാക്കുമെന്നും HAL ഉറപ്പു നൽകുന്നുണ്ട്. പുതിയ കരാറിലുള്ള പരിശീലന വിമാനങ്ങൾക്കും അത്യാധുനികമായ മാറ്റങ്ങൾ ഉണ്ടാകും. 2021 കരാറിലുള്ള 10 പരിശീലകർ LCA Mk-1 നിലവാരത്തിലുള്ളവയാണെങ്കിൽ പുതിയ 29 പരിശീലക വിമാനങ്ങൾ കൂടുതൽ മികച്ച AESA റഡാറും അത്യാധുനിക ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടും ഉൾക്കൊള്ളുന്ന LCA Mk-1A നിലവാരത്തിലുള്ളവയായിരിക്കും. ഈ പരീക്ഷണങ്ങൾ വിജയിച്ചാൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ മുന്നോട്ട് വെച്ച കാൽവെപ്പാണ് ഇത്. ഒക്ടോബറിൽ നടക്കുന്ന കൈമാറ്റത്തോടെ ഇന്ത്യക്ക് സ്വന്തമായി നിർമ്മിച്ച യുദ്ധവിമാനങ്ങൾ വ്യോമസേനയുടെ കരുത്തായി മാറും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച